എന്ന പോലെ കിട്ടുന്ന അവസരങ്ങൾ മുതലെടുക്കുക എന്നതാണ് രാഷ്ട്രീയത്തിലെയും ഒരു നേതാവിന്റെ മിടുക്ക്. ഇത് പലപ്പോഴായി പ്രാവർത്തികമാക്കിയാണ് കെ.എം. മാണി എന്ന ഒരു കാലത്തെ കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറി കേരള കോൺഗ്രസ് പടുത്തുയർത്തിയത്. അരനൂറ്റാണ്ടുകാലം പാലാ നിയോജക മണ്ഡലം കൈക്കലാക്കി കേരളത്തിന്റെ മാണിസാറായി മാറിയതും വിലപേശലുകളും വിട്ടുവീഴ്ചകളും ഒരേപോലെ സ്വീകരിച്ച് മധ്യ തിരുവിതാംകൂറിൽ മുടിചൂടാ മന്നനായി മാണിസാർ കേരള രാഷ്ട്രീയത്തിൽ തന്റെ സ്ഥാനമുറപ്പിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ പാർട്ടിയുടെയും സുവർണകാലമായിട്ടാണ് അത് രാഷ്ട്രീയ നിരീക്ഷകർ ഇപ്പോഴും വിലയിരുത്തിയിട്ടുള്ളത്. എന്നാൽ കഴിഞ്ഞ ദിവസം നടന്ന അസംബ്ലി തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ തന്നെ ഭാവി അനിശ്ചിതത്വത്തിൽ ആയിരിക്കുകയാണ്. കേരള കോൺഗ്രസിന്റെ രാഷ്ട്രീയ അടിത്തറ തന്നെ മധ്യ കേരളത്തിലെ ക്രിസ്ത്യൻ സമൂഹത്തിന്റെയും കുടിയേറ്റ കർഷകരുടെയും അകമഴിഞ്ഞ പിന്തുണ ഒന്നുകൊണ്ട് മാത്രമായിരുന്നു. കാലാകാലങ്ങളായി UDFന്റെ അവിഭാജ്യ ഘടകമായിരുന്നു കെ.എം. മാണിയും അദ്ദേഹത്തിന്റെ പ്രസ്ഥാനവും. എന്നാൽ അദ്ദേഹത്തിന്റെ വേർപാടോടുകൂടി സ്ഥിതിഗതികൾ മാറി മറിയുന്നത് നിങ്ങൾ ഓർക്കുമല്ലോ. പാലാ ഉപതെരഞ്ഞെടുപ്പോടു കൂടിയാണ് കേരള കോൺഗ്രസിനുള്ളിൽ ആദ്യമായി ഒരു പൊട്ടിത്തെറി ഉണ്ടാകുന്നത്. പാർട്ടി ചെയർമാനായ PJ ജോസഫ് 2 ചിഹ്നം പാർട്ടി സ്ഥാനാർത്ഥിക്ക് തന്നെ നിഷേധിക്കുന്നതോടുകൂടിയാണ് ഇത് അരങ്ങേറിയത്. ഇതിന്റെ പ്രതികാരം എന്ന പോലെ കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം 2016 മാണി ഗ്രൂപ്പ് നേരല്ലാതെയുള്ള ഉടമ്പടിക്കനുസരിച്ച് ജോസഫ് ഗ്രൂപ്പിന് കൈമാറാതെ വന്നപ്പോൾ ഇത് UDFനുള്ളിൽ തന്നെ ഏറെ പ്രശ്നങ്ങളാണ് സൃഷ്ടിച്ചത്. ഒടുവിൽ പാർട്ടി 2ആയി വേർപിരിഞ്ഞു. ജോസ് കെ മാണിയുടെ നേതൃത്വത്തിലുള്ള കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ഇടതുപാളയത്തിലേക്ക് പോകുമ്പോൾ അവർക്കവിടെ വലിയ സ്വീകാര്യതയാണ് ലഭിച്ചത്. 2021 മത്സരിച്ച 12 സീറ്റിൽ 5 വിജയിക്കുകയും ഒരു മന്ത്രിസ്ഥാനവും ചീഫ് വിപ്പിന്റെ കസേരയും അവർക്ക് ലഭിച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി, പ്രത്യേകിച്ച് കോവിഡ് പശ്ചാത്തലം പിന്നിട്ട് ഉണ്ടായ പ്രളയത്തിന്റെ ഭാഗമായ മധ്യ കേരളത്തിലെ ക്രൈസ്തവ സഭാ വിശ്വാസികൾ ഇടതിൽ നിന്ന് മാറിപ്പോകുന്ന കാഴ്ചയാണ് കേരളം കണ്ടത്. ഇതോടൊപ്പം തന്നെ വലിയ തോതിൽ വളർന്നു വന്ന വന്യജീവി ആക്രമണവും അത് തടയാനുള്ള പിണറായി സർക്കാരിന്റെ പരാജയവും മറ്റ് ജനവിഭാഗങ്ങളെ പോലെ ക്രൈസ്തവരെയും തീർത്തും ഒരു ത്രിശങ്കു സ്വർഗത്തിലാണ് എത്തിച്ചത്. ഈ സാഹചര്യത്തിലാണ് ക്രൈസ്തവ സഭകളുടെ ഇടപെടൽ മൂലം ഏതാനും മാസങ്ങൾക്ക് മുൻപ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ UDFിലേക്കുള്ള പുനഃപ്രവേശനം കേരളമാകമാനം ചർച്ചയായത്. എന്നാൽ ഈ അവസരം പാർട്ടിക്കുള്ളിലെ തന്നെ പിടിവലികൾ മൂലം തകർന്ന് തരിപ്പണമാകുമ്പോൾ ജോസ് കെ മാണി എന്ന പാർട്ടി ചെയർമാൻ നിസ്സഹായനായി നിൽക്കുന്നതാണ് കേരളം കണ്ടത്. റോഷി അഗസ്റ്റിന്റെ വ്യക്തിപരമായ താല്പര്യം മാത്രമാണ് മാണി ഗ്രൂപ്പിന് UDFിലേക്ക് തിരിച്ചു കയറാനുള്ള സുവർണാവസരം നഷ്ടമാക്കിയത്. UDFിലേക്ക് തിരികെ പോയാൽ ജോസ് കെ മാണി ഒരു സുരക്ഷിത മണ്ഡലത്തിൽ നിന്നും ജയിച്ചു വന്നാൽ UDF ഭരണം കൈയാളുമ്പോൾ തനിക്ക് മന്ത്രിസ്ഥാനം ലഭിക്കില്ല എന്ന തിരിച്ചറിവാണ് റോഷിയെ കലാപക്കൊടി പിടിക്കാൻ പ്രേരിപ്പിച്ചത്. ഇതിന് വേണ്ട രീതിയിൽ വളം വെച്ചു കൊടുത്തതാകട്ടെ മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള CPMുമായിരുന്നു. വ്യാഴാഴ്ച നടന്ന തിരഞ്ഞെടുപ്പിലെ പോളിംഗ് ശതമാനം വിലയിരുത്തുമ്പോൾ മാണി ഗ്രൂപ്പ് മത്സരിച്ച 12 സീറ്റുകളിലും പരാജയപ്പെടാനുള്ള സാധ്യതകൾ ഏറെയാണ്. ഒരുപക്ഷെ വരാനിരിക്കുന്ന UDF സുനാമിയിൽ പിടിച്ചു നിൽക്കുക കാഞ്ഞിരപ്പള്ളിയിൽ M. ജയരാജ് മാത്രമായിരിക്കും. മറ്റുള്ളിടത്ത്, അതായത് പാലാ, ഇടുക്കി, ചങ്ങനാശ്ശേരി, പൂഞ്ഞാർ, റാന്നി, തൊടുപുഴ, ചാലക്കുടി, പിറവം, ഇരിക്കൂർ, കടുത്തുരുത്തി, പെരുമ്പാവൂർ എന്നീ മണ്ഡലങ്ങളിൽ ഇപ്പോഴത്തെ കണക്കുകൂട്ടലുകൾ ശരിയാണെങ്കിൽ ഈ പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ വിജയം കാണാനുള്ള സാധ്യതകൾ വളരെ വിരളമാണ്. ഇങ്ങനെ സംഭവിച്ചാൽ ആ പാർട്ടിക്കകത്ത് വരും ദിവസങ്ങളിൽ സംഘർഷം ഉടലെടുക്കാനുള്ള സാധ്യതകളും ഏറെയാണ്. കിട്ടിയ അവസരം മുതലെടുക്കുവാനുള്ള വീഴ്ച മാണിസാർ തന്നെ ഒരിക്കൽ പറഞ്ഞതുപോലെ വളരും തോറും പിളരുകയും പിളരും തോറും വളരുകയും ചെയ്യുമെന്നുള്ള സ്ഥിതിഗതികളിലേക്ക് ഈ പാർട്ടിയെ നയിക്കുവാനുള്ള സാധ്യതയുണ്ട്. ഒരു പൂർണ്ണ പരാജയം സംഭവിച്ചാൽ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് അടുത്ത 5 കൊല്ലത്തേക്ക് കേരള രാഷ്ട്രീയ ഭൂപടത്തിൽ എന്ത് സ്ഥാനമാണ് ഉണ്ടാകുക എന്നത് ആ പാർട്ടിക്കുള്ളിലെ നേതാക്കൾ തന്നെ ചർച്ച ചെയ്യേണ്ട സമയം അതിക്രമിച്ചു. ഒരു പൂർണ്ണ പരാജയം സംഭവിച്ചാൽ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് അടുത്ത 5 കൊല്ലത്തിലേക്ക് കേരള രാഷ്ട്രീയ ഭൂപടത്തിൽ എന്ത് സ്ഥാനമാണ് ഉണ്ടാകുക എന്നത് ആ പാർട്ടിക്കുള്ളിലെ നേതാക്കൾ തന്നെ ചർച്ച ചെയ്യേണ്ട സമയം അതിക്രമിച്ചു. അതെ, മാണി ഗ്രൂപ്പ് വീണ്ടും പിളർപ്പിലേക്കോ? കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ ഇനേബിൾ ചെയ്യാനും മറക്കരുത്.